ലളിതാ സഹസ്രനാമത്തിലെ ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ശിവനാൽ മാത്രം അറിയപ്പെടാനും ആരാധിക്കപ്പെടാനും നിയോഗമുള്ളവൾ എന്നർത്ഥം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാമേശനാൽ മാത്രം അറിയപ്പെടുന്ന ഊരുക്കളോട് കൂടിയവൾ അല്ലെങ്കിൽ തുടകളുടെ ലാവണ്യത്തോടു കൂടിയവൾ എന്നാണ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭഗവതിയെ അറിയണമെങ്കിൽ കാമേശന് മാത്രമേ കഴിയൂ, സാക്ഷാൽ പരമശിവന് മാത്രമേ കഴിയൂ. അതിനർത്ഥം നമുക്ക് ഭഗവതിയെ അറിയണമെങ്കിൽ നമ്മൾ ശിവനായി തീരണം. അത്രയ്ക്കും രഹസ്യ സ്വഭാവമുള്ളവളാണ് ഭഗവതി. ആ ഭഗവതിയെ പ്രാപിക്കാൻ എളുപ്പമല്ല എന്നർത്ഥം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓം ശ്രീം മഹാത്രിപുരസുന്ദരി നമഃ. എല്ലാവർക്കും ഭക്തി സാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്നു ഞാൻ ലളിതാ സഹസ്രനാമത്തിലെ 39 മുതൽ 43 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. कामेशघ्यातसौभाग्यमार्दवोरुद्वयान्विता माणिक्यमकुडाकारजानुद्वयविराजिता इन्द्रगोपपरिक्षिप्तस्मरत्तूणाभजङ्घिका गूढगुल्फा कूर्मपृष्ठा जयिष्णुप्रपदान्विता. 39ാമത്തെ നാമം കാമേശജ്ഞാത സൗഭാഗ്യ മാർദവ ഊരു ദ്വയാന്യുത. കാമേശജ്ഞാതം, കാമേശനാൽ അറിയപ്പെടുന്ന, സൗഭാഗ്യം ഐശ്വര്യം, മാർദവ മൃദുവായിട്ടുള്ള, ഊരു തുട, ദ്വയം രണ്ട് മൃദുവായിട്ടുള്ള 2 തുടകളോടും കൂടിയവൾ. അപ്പോൾ കാമേശൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കാമങ്ങളെ കീഴടക്കിയവൻ. അപ്പോൾ ദേവിയുടെ ആന്തരിക രഹസ്യം ആർക്കു മാത്രമേ അറിയാൻ കഴിയൂ? നിഷ്കാമരായ നിഷ്കളങ്കരായ ഭക്തർക്ക് മാത്രമേ അമ്മയുടെ ആന്തരിക രഹസ്യം അറിയാൻ കഴിയൂ എന്നർത്ഥം. ഇനി 40ാമത്തെ നാമം മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത. മാണിക്യമകുടം, മാണിക്യത്തെ കടഞ്ഞിട്ട് മകുടം, കിരീടം, ഒരു കിരീടമാക്കിയാൽ കിട്ടുന്ന ആകൃതി പോലെ മനോഹരമായിട്ടുള്ള ജാനു, കാൽമുട്ടുകൾ, ദ്വയം രണ്ട് കാൽമുട്ടുകളോട് കൂടിയവൾ. മാണിക്യത്തെ കടഞ്ഞിട്ട് ഒരു കിരീടമാക്കിയാൽ കിട്ടുന്ന ആകൃതി പോലെ അത്രയും മനോഹരമായിട്ടുള്ള കാൽമുട്ടുകളോട് കൂടിയവൾ എന്നർത്ഥം. ഇനി 41ാമത്തെ നാമം ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണാഭ ജംഘിക. ഇന്ദ്രഗോപം മിന്നാമിനുങ്ങ്, പരിക്ഷിപ്തം പൊതിഞ്ഞിരിക്കുന്ന, മിന്നാമിനുങ്ങിനാൽ പൊതിഞ്ഞിരിക്കുന്ന, നിറം പ്രകാശം, ആ പ്രകാശത്താൽ മിന്നിത്തിളങ്ങുന്ന, സ്മര തൂണാഭ, സ്മരൻ കാമദേവൻ, തൂണം ആവനാഴി, ആഭ ശോഭ, ജംഘ കാൽവണ്ണ. ഇവിടെ പറഞ്ഞിരിക്കുന്ന നാമങ്ങളെല്ലാം ദേവിയുടെ അവയവങ്ങളെ വർണ്ണിച്ചു കൊണ്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മിന്നാമിനുങ്ങ് പൊതിഞ്ഞ ആ പ്രകാശത്തോടു കൂടിയ ആവനാഴിയുടെ ആകൃതിയിലുള്ള, അത് എങ്ങനെയുള്ളതാണ്? ആദ്യം വലുതാണ്, പിന്നെ അത് നേർത്ത് വണ്ണം കുറഞ്ഞ് വരും. അതാണ് ആവനാഴിയുടെ ആകൃതി. അങ്ങനത്തെ ആകൃതിയോട് കൂടിയ കാൽവണ്ണകളോട് കൂടിയവൾ എന്നർത്ഥം. ഇനി 42ാമത്തെ നാമം ഗൂഢഗുൽഫ. ഗൂഢഗുൽഫ, ഗുൽഫം ഞെരിയാണി, ഗൂഢം രഹസ്യം, രഹസ്യമാണ്. എന്ത്? അമ്മയുടെ ഞെരിയാണി. എങ്ങനെ? സാരി നിലത്ത് മുട്ടിയിട്ടാണ് കിടക്കുന്നത്, അത്രയും താഴ്ന്നിട്ടാണ് സാരി കിടക്കുന്നത്. അതുകൊണ്ട്
അമ്മയുടെ ഞെരിയാണി കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഗൂഢഗുൽഫ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മറയ്ക്കപ്പെട്ട ഞെരിയാണിയോട് കൂടിയവൾ എന്നർത്ഥം. ഇനി 43-ാമത്തെ നാമം. കൂർമ്മപൃഷ്ഠ ജയിഷ്ണു പ്രപദാന്യുത. കൂർമ്മം ആമ. ആമയുടെ പൃഷ്ഠം പോലെയാണ്. അങ്ങനെ പൊങ്ങിയിരിക്കുന്നതാണ് അമ്മയുടെ പാദം. സ്ത്രീകളുടെ പാദത്തിൻ്റെ മുകൾ ഭാഗം ഉയർന്നിരിക്കണം എന്നാണ് പറയാറ്. അത്രയും ലക്ഷണങ്ങളോട് കൂടിയ സൗന്ദര്യം ഒത്തിണങ്ങിയ പാദത്തോടു കൂടിയവൾ എന്നർത്ഥം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തിക്ക് രൂപിണ്യേ നമഃ.